ഗാലോമീറ്റർ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. മൂവിംഗ് കോയിൽ ഗാലോമീറ്ററിന്റെ പ്രധാന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ഫ്രെയിമാണ്. ആ റെക്ടാങ്കുലർ ഫ്രെയിമിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഫോസ്ഫർ ബ്രോൺസ് സ്ട്രിപ്പ്, ഒരു നൂല് പോലത്തെ, ഒരു ഗോൾഡൻ കളറിലെ നൂല് പോലത്തെ ഒരു വയറാണ് ഈ ഫോസ്ഫർ ബ്രോൺസ് സ്ട്രിപ്പ്. അത് ഉപയോഗിച്ചിട്ട് ഒരു മിറർ, പ്ലെയിൻ മിററിനെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ മിററിന്റെ മറ്റേ ഭാഗം ഹൈ ടെൻഷൻ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ റെക്ടാങ്കുലർ ഫ്രെയിമിന്റെ താഴത്തെ ഭാഗം ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ സ്പ്രിംഗ്, ഒരു സ്പ്രിംഗ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സ്പ്രിംഗിന്റെ മറ്റേ ഭാഗം ഹൈ ടെൻഷൻ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആ ഫ്രെയിം ഒരു ഹോർഷൂ മാഗ്നറ്റ്, പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിന്റെ പോൾ പീസിനിടയ്ക്ക്, നോർത്ത് സൗത്ത് പോൾസിനിടയ്ക്കാണ് ആ ഫ്രെയിം വച്ചിട്ടുള്ളത്. ആ ഫ്രെയിമിനകത്ത് ഒരു സോഫ്റ്റ് അയൺ സിലിണ്ടർ വച്ചിട്ടുണ്ട്. ആ സോഫ്റ്റ് അയൺ സിലിണ്ടർ വിച്ച് ഈസ് നോട്ട് കണക്റ്റഡ് ടു ദ ഫ്രെയിം, ആ ഫ്രെയിമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, ബട്ട് ഫിക്സഡ് ടു ദി ബോഡി ഓഫ് ദി ഗാൽവനോമീറ്റർ. ആ ഗാൽവനോമീറ്ററിന്റെ ബോഡി ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു റെക്ടാങ്കുലർ ഫ്രെയിമാണ്, ഇതുപോലത്തെ ഒരു റെക്ടാങ്കുലർ ഫ്രെയിമാണ് കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരു നൂല് പോലത്തെ ഒരു ഫോസ്ഫർ ബ്രോൺസ് സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് വച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഒരു പ്ലെയിൻ മിറർ വച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സോഫ്റ്റ് അയൺ സിലിണ്ടർ അതിനുള്ളിൽ വച്ചിട്ടുണ്ട്, ഒരു സോഫ്റ്റ് അയൺ സിലിണ്ടർ. ആ സിലിണ്ടർ ഈ ഫ്രെയിമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, പകരം ആ ഗാൽവനോമീറ്ററിന്റെ ബോഡി ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഫ്രെയിമിന്റെ താഴത്തെ ഭാഗത്ത് ഒരു സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങിന്റെ മറ്റേ ഭാഗം ഹൈ ടെൻഷൻ സപ്ലൈ ആയിട്ടും, അതുപോലെ മിറർ കണക്ട് ചെയ്തതിന്റെ മറ്റേ ഭാഗം ഹൈ ടെൻഷൻ സപ്ലൈ ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം ഒരു മാഗ്നറ്റിന്റെ നോർത്ത് സൗത്ത് പോളിനിടയ്ക്ക് ഫ്രെയിം വച്ചിരിക്കുന്നു. ഇത്രയാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഒന്നുകൂടി പറയാം. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ consists of a rectangular frame. Upper end of the frame is connected to a plane mirror by means of phosphor bronze strip, then to the high tension supply. Lower end of the frame is connected to a spring, then to other terminal of high tension supply. A soft iron cylinder is placed inside the frame. Its function is to concentrate the magnetic lines of force. The soft iron cylinder, which is not fixed to the frame but connected to the body of the galvanometer. The frame is placed between pole pieces of a powerful horseshoe electromagnet. കഴിഞ്ഞില്ല. A lamp ആൻഡ് സ്കെയിൽ അറേഞ്ച്മെന്റ്. ഇതുപോലത്തെ ഒരു ലാമ്പ് ആൻഡ് സ്കെയിൽ അറേഞ്ച്മെന്റ്, ഒരു ടോർച്ചും അതുപോലെ ഒരു സ്കെയിലും അറേഞ്ച്മെന്റ്, അതാണ് ലാമ്പ് ആൻഡ് സ്കെയിൽ അറേഞ്ച്മെന്റ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് സൂട്ടബിൾ ഡിസ്റ്റൻസ് ഫ്രം ദി ഗാൽവനോമീറ്റർ. ആ മിററിൽ നിന്നും സൂട്ടബിൾ ഡിസ്റ്റൻസിലായിട്ട് ഇതുപോലത്തെ ഒരു ലാമ്പ് ആൻഡ് സ്കെയിൽ അറേഞ്ച്മെന്റ് വച്ചിട്ടുണ്ട്. നമ്മൾ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ലാമ്പ് ടോർച്ചില് നമ്മൾ ടോർച്ച് ഓൺ ചെയ്യും, അല്ലെങ്കിൽ ആ ലാമ്പ് കത്തിക്കും. സോ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് നേരെ ഈ മിററിൽ തട്ടും. റിഫ്ലക്ട് ചെയ്തു വരുന്ന മിറർ കൃത്യം സ്കെയിലിന്റെ സെന്റർ ഭാഗത്ത് അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്കെയിൽ അറേഞ്ച് ചെയ്യും. അപ്പൊ ഈ സ്കെയിലിന്റെ പ്രത്യേകത, സെന്ററിലായിരിക്കും 0, ഇവിടുന്ന് അങ്ങോട്ട് 1 2 3 4 5 അങ്ങനെ, ഇവിടുന്ന് അങ്ങോട്ടും 1 2 3 4 5 അങ്ങനെ ആയിരിക്കും. അപ്പൊ 0 ആയിരിക്കും, കറക്റ്റ് 0-ലായിരിക്കും ആ സ്പോട്ട് ഓഫ് ലൈറ്റിങ്ങിന് വരിക. ദെൻ നമ്മൾ കറണ്ട് ഓൺ ചെയ്യും, പവർ സപ്ലൈ ഓൺ ചെയ്യും. കറണ്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആസ് യു നോ, നമ്മൾ നേരത്തെ പഠിച്ച പ്രകാരം നമ്മുടെ ഫ്രെയിമിലൂടെ കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ, കുറച്ച് നമ്മളവിടെ തൊട്ട് മുമ്പത്തെ പാഠത്തിൽ പഠിച്ചതാണ്, റെക്ടാങ്കുലർ ഫ്രെയിം പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കറണ്ട് പോകുന്നുണ്ട്. സോ എ റെക്ടാങ്കുലർ ഫ്രെയിം പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്
will experience a torque. അപ്പോൾ ഇതുപോലെ ഫ്രെയിമിലൂടെ മാഗ്നറ്റിക് ഫീൽഡാണ് വെച്ചിട്ടുള്ളത്. കറണ്ട് കടന്നു പോകുമ്പോൾ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കാണ് ഇക്വേഷൻ ആണ്. ടോർക്ക് നമ്മൾ നേരത്തെ പഠിച്ചു. ടോർക്ക് ടോ ഈക്വൽ ടു എൻ ഐ എ ബി സൈൻ തീറ്റ വേണ്ട, കാരണം പെർപെൻഡിക്കുലർ ആണ്. സോ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്, ഐ കറണ്ട്, എ ഏരിയ, ബി മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോ ഈ ടോർക്ക് എൻ ഐ എ ബി സൈൻ തീറ്റ എന്നുള്ള ടോർക്ക് മൂലം ഇങ്ങനെയുള്ള ഫ്രെയിം ഇങ്ങനെ തിരിയും. ഇങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോൾ ഈ മിറർ, ഇവിടെ വച്ചിട്ടുള്ള മിറർ, അതോടൊപ്പം ഈ നൂലിനോട് ബന്ധിച്ചിട്ടുള്ള ഈ ഫോസ്ഫർ ബ്രോൺസിനോട് ബന്ധിച്ചിട്ടുള്ള മിററും ഈ സൈഡിലേക്ക് തിരിയും. സോ ഈ മിറർ, ഇവിടെ ഉണ്ടായിരുന്ന മിറർ ഇങ്ങോട്ട് തിരിയും, ഇവിടെയുള്ള മിറർ ഇങ്ങനെ തിരിയും, ഇങ്ങോട്ട് തിരിയും, ഈ ഭാഗത്തേക്ക് തിരിയും. അപ്പൊ സ്പോട്ട് ഓഫ് ലൈറ്റ്, ഈ ഭാഗത്തുണ്ടായിരുന്ന സ്പോട്ട് ഓഫ് ലൈറ്റ് നേരെ ഇവിടേക്ക് വരും. ഓക്കെ, മിററിന് നേരെ വരുന്ന ലൈറ്റ് ഇവിടെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് ഇപ്പോ മിറർ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇവിടെ എത്തി, സ്പോട്ട് ഓഫ് ലൈറ്റ് ഈ ഭാഗത്തെത്തി. ഓക്കെ, ഇനി താഴെയുള്ള സ്പ്രിങ്, ഇതിന്റെ താഴെയുള്ള ഈ ഫ്രെയിം ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ താഴെയുള്ള സ്പ്രിങ് ഇങ്ങനെ വൈൻഡ് ചെയ്യും. അപ്പോ സ്പ്രിങ് വൈൻഡ് ചെയ്യുമ്പോൾ സ്പ്രിങ്ങിലുള്ള റെസ്റ്റോറിംഗ് ടോർക്ക് റെസ്റ്റോറിംഗ് ടോർക്ക് മൂലം കെ ആൽഫ എന്നുള്ള റെസ്റ്റോറിംഗ് ടോർക്ക്, ആൽഫ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ, കെ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ടോർഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ടോർഷൻ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ, അതാണ് കെ. ടോർഷൻ കോൺസ്റ്റന്റ്. ഈ കെ ആൽഫ എന്ന് പറഞ്ഞ ടോർക്ക് മൂലം ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ ഫ്രെയിം നേരെ ഇങ്ങോട്ട് തിരിയും. ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇവിടെയുള്ള മിറർ, ഈ ഡയറക്ഷനിലായിരുന്ന മിറർ നേരെ തിരിച്ച് ഈ ഡയറക്ഷനിലേക്ക് വരും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മിറർ വരും. അപ്പോ സ്വാഭാവികമായിട്ടും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സ്പോട്ട് ഓഫ് ലൈറ്റ് ഈ ഭാഗത്തേക്ക് വരും. അപ്പോ മിറർ ഇപ്പോ ഈ ഭാഗത്തുണ്ടായിരുന്ന ലൈറ്റ് ഇപ്പോ ഈ ഭാഗത്തേക്ക് എത്തി. ഓക്കെ, അപ്പൊ വീണ്ടും ഈ ടോർക്ക് മൂലം, എൻ ഐ എ ബി എന്ന് പറഞ്ഞ ടോർക്ക് മൂലം ഈ ഭാഗത്തുണ്ടായിരുന്ന ഫ്രെയിം തിരിച്ച് ഈ ഭാഗത്തേക്ക് വരും. വീണ്ടും സ്പ്രിങ് വൈൻഡ് ചെയ്യും. അപ്പൊ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ സ്പോട്ട് ഓഫ് ലൈറ്റ്, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സ്പോട്ട് ഓഫ് ലൈറ്റ് വീണ്ടും ഇവിടെ ആയിരുന്നു, ഇവിടം വരെ എത്തില്ല, കുറച്ചുകൂടി ഇപ്പുറത്തെത്തും. വീണ്ടും സ്പ്രിങ് വീണ്ടും റീവൈൻഡ് ചെയ്യും. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഫ്രെയിമിനെ ഇങ്ങോട്ട് തിരിക്കും. അപ്പൊ മിററും ഇങ്ങോട്ട് തിരിയും. അപ്പൊ സ്പോട്ട് ഓഫ് ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ എത്തും, ഈ ഭാഗത്തെത്തും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പോട്ട് ഓഫ് ലൈറ്റ് നീങ്ങും. അങ്ങനെ ടൈം ഫോർ 20 ഓസിലേഷൻ നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് നമുക്ക് ആൽഫ കിട്ടും. സോ അണ്ടർ ഇക്വിലിബ്രിയം കണ്ടീഷൻ അങ്ങനെ അവസാനം ഇങ്ങനെ നീങ്ങി സ്പോട്ട് ഓഫ് ലൈറ്റ് അങ്ങനെ ഓസിലേറ്റ് ചെയ്ത് അവസാനം കുറഞ്ഞ് വന്ന് അവസാനം വീണ്ടും ഇക്വിലിബ്രിയത്തിലെത്തും. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാം. കെ ആൽഫ ഈക്വൽ ടു എൻ ഐ എ ബി ഓർ ഐ ഈക്വൽ ടു കെ ബൈ എൻ എ ബി into alpha. Alpha by I is called current sensitivity. Alpha by I is called current sensitivity. Deflection produced per unit current. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വെച്ച വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആണ്. വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ്, ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് വോൾട്ടേജ് ആണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അപ്പൊ അത് ഇനി പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്ന് എഴുതാം. എഴുതിക്കോ. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ റെക്ടാങ്കുലർ ഫ്രെയിം. ഈ ചിത്രം വരയ്ക്കുക. ഈ ചിത്രം. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ റെക്ടാങ്കുലർ ഫ്രെയിം whose upper end is connected to a plane mirror by means of a phosphor bronze strip and then
then to the high tension supply. Lower end of the frame is connected to a spring and then to high tension supply. A soft iron cylinder is placed inside the frame which is not connected to the frame but attached to the body of the galvanometer. The frame is placed between pole pieces of a powerful horseshoe electromagnet. Full stop. A lamp and scale arrangement. A lamp and scale arrangement is placed suitable distance from the mirror. Light from the lamp is allowed to fall on the mirror, and the reflected light is allowed to incident on the scale placed at a suitable distance from the mirror. Now current I is allowed to flow through the frame. Since the frame is placed in a uniform magnetic field, due to the torque tau equal to NIAB sin theta, the frame rotates and the mirror twists and the spot of light turns to the left side of the scale. The spring attached to the lower end winds up due to restoring torque K alpha, where K torsion constant, alpha deflection produced, restoring torque per unit deflection. Alpha deflection produced. Due to restoring torque K alpha, the spring rewinds and the mirror turns to the opposite direction, and the spot of light now turns to the right side, and the process repeats till equilibrium is reached. Till equilibrium is reached. At equilibrium condition,
can equate to torque, that is K alpha equal to NIAB, I equal to K by NAB into alpha. Alpha by I is called current sensitivity, deflection produced per unit current. Deflection produced per unit voltage is called voltage sensitivity. Deflection produced per unit voltage is called. Next, about conversion of galvanometer into ammeter. നമ്മുടെ ഈ തന്നിട്ടുള്ള ഗാലനോമീറ്ററിനെ നമുക്ക് അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയ റെസിസ്റ്റൻസ് ഈ ഗാലനോമീറ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഈ തന്നിട്ടുള്ള ഗാലനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ബൈ കണക്ടിങ് എ സ്മോൾ റെസിസ്റ്റൻസ്, എ ലോ റെസിസ്റ്റൻസ് പാരലൽ ടു ദി galvanometer, it can be converted into ammeter. So if I is the total current in the circuit, IG current galvanometer കടന്നു പോകുന്നുണ്ടെങ്കിൽ ബാക്കി ഉള്ള കറണ്ട് I മൈനസ് IG കറണ്ട് ഈ റെസിസ്റ്റൻസ് ബോക്സിലൂടെ ഈ റെസിസ്റ്റൻസിലൂടെ കടന്നു പോകണം. അത് മാത്രമല്ല ഗാലനോമീറ്റർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കണം. അതിനനുസരിച്ചായിരിക്കണം ആ സ്കെയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവേണ്ടത്. Thus we can convert the galvanometer into ammeter. നമുക്കിവിടെ ഓംസ് ലോ അപ്ലൈ ചെയ്യാം. നമുക്കറിയാം ഇതിന്റെ റെസിസ്റ്റൻസ് RG ആണെങ്കിൽ IG RG ഈക്വൽ ടു I മൈനസ് IG ഇൻറ്റു R. I മൈനസ് IG ഇൻറ്റു R. ഇവിടുത്തെ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, ഇവിടുത്തെ കറണ്ട് ഇൻറ്റു for R equal to IG RG by I minus IG. ഇനി വോൾട്ട്മീറ്റർ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിസ്സാരമാണ്. ഒരു ഹൈ റെസിസ്റ്റൻസ് ഈ ഗാലനോമീറ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ we can convert the galvanometer into voltmeter. So if we connect a high resistance series to the galvanometer, we can convert the galvanometer into voltmeter to read a volt up to V volt. So if IG is the current flows through the galvanometer, same current, if IG is the current flow through the resistance, same current IG must flow through the galvanometer and the galvanometer must show full scale deflection and the scale is graduated accordingly. ആ രീതിയിലായിരിക്കണം അതിന്റെ സ്കെയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓംസിൽ അപ്ലൈ ചെയ്താൽ we can write V equal to IG, ഇതാണ് കറണ്ട്. R ഉണ്ട്, ഇതിന്റെ RG ആണ് റെസിസ്റ്റൻസ്. R പ്ലസ് RG. സോ നമുക്ക് കറണ്ട് കിട്ടണമെങ്കിൽ V ഈക്വൽ ടു കറണ്ട് കിട്ടാൻ നേരിട്ട് എഴുതിയാൽ മതി. V മൈൻ IG R പ്ലസ് IG RG. So V minus IG RG equal to IGR. ഇതിൽ നിന്ന് നമുക്ക് R കണ്ടുപിടിക്കാം. R എന്ന് പറഞ്ഞാല് V by IG, R equal to V by IG minus V by IG minus RG. Okay, ഞാൻ നോട്ട് എഴുതിക്കോ, ഇത് ഡയഗ്രാം വരയ്ക്കാം. To convert the galvanometer into ammeter, we connect a small resistance parallel to the galvanometer, a small resistance capital R is connected parallel to the galvanometer. If I is the current in the circuit,
IG current flow through the galvanometer. Remaining I minus IG current must flow through the resistance. Applying Ohm's law, IGRG equal to I minus IG into R equal to IGRG divided by I minus IG. Conversion to voltmeter. To convert, to convert the galvanometer into voltmeter, we connect a high resistance series to the galvanometer. High resistance series to the galvanometer as shown in figure. Here the current IG must flow through the resistance and galvanometer by applying Ohm's law. V equal to IG into R plus RG, B equal to IGR plus IGRG, P minus IGRG equal to IG into R, or R equal to V by IG minus RG.